പരിണാമങ്ങളുടെ ഒരു ചെറിയ സ്പന്ദനങ്ങളിൽ പോലും ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാരുടെയും ചിന്തകന്മാരുടെയും വിയർപ്പിന്റെ അംശങ്ങൾ കാണാമെന്നും നിരന്തരമായി ഉത്ബോധിപ്പിച്ചു ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാന യത്നങ്ങൾ നായകത്വം വഹിച്ചതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ആകാശത്തെ ഉയർന്നു നിന്ന് അമ്പിളി മാമന് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറയുന്ന അമ്പര ചുംബികളായ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി നേടിക്കൊടുത്ത മുസ്ലിം ലീഗ് എന്ന ഈ സുചിന്തിതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാറോടണച്ചു പിടിക്കാൻ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ തയ്യാറാവുക. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ ഇനിയും ഇവിടെ ഒരുപാട് പ്രഭാഷകന്മാരുണ്ട്. അതുകൊണ്ട് ഞാനതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോകുന്നില്ല. എക്കാലഘട്ടങ്ങളിൽ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ചത് ഈ നാടിന്റെ വികസനോന്മുഖമായ രാഷ്ട്രീയത്തിനാണ് മുസ്ലിം ലീഗ് ഊന്നൽ നൽകിയത്. നൈതികമായ രാഷ്ട്രീയത്തിലേക്കാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ആളുകളെ ക്ഷണിക്കുന്നത്. എന്നാൽ ഇവിടെ നൈതികത എന്ന ഓമന പേരിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ള നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ വികസന വിരോധികളായിട്ടുള്ള പഴഞ്ചൻ ആശയങ്ങളുമായി ഈ നാടിന്റെ അധോഗതിക്ക് വേണ്ടിയുള്ള അപ്പോസ്തല പ്രവൃത്തികളിൽ മുഴുകിയിരിക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ കക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ ഇരുട്ട് കീറുന്ന വജ്രസൂചിപ്പിലെ വെട്ടിത്തിളങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇവിടെ ജയിച്ചു വരുന്നത് ഇവിടെയുള്ള സെക്കുലർ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. ഇവിടെ 1925 രൂപീകരിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട RSSന് ഒരു MLA പോലും വിജയിപ്പിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ മണ്ണിൽ RSS പരാജയപ്പെട്ടത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ കഴിവ് കൊണ്ടല്ല, ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കഴിവ് കൊണ്ടല്ല, ഇവിടുത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു സഹോദരന്മാരുടെ കഴിവ് കൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഇവിടെയുള്ള സെക്കുലർ ഹിന്ദുക്കളാണ് RSSന്റെ വളർച്ചയെ തടുത്തു നിർത്തിയത്. ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയാണ് RSS പ്രവർത്തിക്കുന്നത് എന്നും ഹിന്ദുരാഷ്ട്രമാണ് RSSന്റെ ലക്ഷ്യമെന്നറിയാമായിരുന്നിട്ടും ഇവിടുത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഞങ്ങളുടെ ഹിന്ദു സഹോദരന്മാർ പറഞ്ഞു, വേണ്ട, ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേദനിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം ഞങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് RSSനെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നവർ പറഞ്ഞു. ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, RSSനെ ശരിപ്പെടുത്താൻ അത് ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാം. RSSനെ കായികമായിട്ടല്ല നേരിടേണ്ടത്. ഒരു നിയമസഭാ സാമാജികനെ പോലും RSSന്റെ ഒരു MLA പോലും വിജയിപ്പിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ഹൃദയത്തിൽ തൊട്ട് പ്രതിജ്ഞയെടുത്തു. കഴിഞ്ഞ 60 വർഷക്കാലമായി നമ്മുടെ മതേതരത്വം ഇവിടുത്തെ ബഹുഭൂരിഭാഗം വരുന്ന സെക്കുലർ ഹിന്ദു സമൂഹങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അബദ്ധത്തിൽ പോലും ഒരു ഹിന്ദു തീവ്രവാദിയെ പോലും നിയമസഭയ്ക്കുള്ളിലേക്ക് കയറ്റിവിടാതെ നമ്മുടെ നിയമസഭയ്ക്ക് ശക്തമായ അതിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന ഇവിടുത്തെ സെക്കുലർ ഹിന്ദു സമൂഹത്തോട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റു മതവിഭാഗങ്ങൾക്കും തീർത്താൽ തീരാത്ത കടപ്പാടാണ് ഉള്ളത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ബാബരി മസ്ജിദിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി ഇളക്കി ആ വിശുദ്ധമായ പള്ളി ഭൂമിയിലേക്ക് കിളച്ചു മറിയിക്കുമ്പോ അരുത്, നിങ്ങൾ ആ വിശുദ്ധ മന്ദിരം തകർക്കരുത് എന്ന് ആ ഫാസിസ്റ്റ് കാറ്റാളന്മാരുടെ കാതടപ്പിക്കുമാർ ഉച്ചത്തിൽ പ്രഖ്യാപിച്ച മഹന്ദല ദാസ് എന്ന സന്യാസി വൈദ്യനെ പോലുള്ള ഇവിടുത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു സഹോദരന്മാർ അവർ മുസ്ലിങ്ങളുടെ വേദനയിൽ പങ്കാളികളായി. അവരാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും കൊടുങ്കാറ്റ് കണക്കെയുള്ള വിമർശന ശരങ്ങൾ ഉയർത്തി മുസ്ലിം സമുദായത്തിന്റെ വേദന രാജ്യത്തിന്റെ വേദനയാക്കി മാറ്റിയത്, മുസ്ലിം സമുദായത്തിന്റെ വികാരം രാജ്യത്തിന്റെ പൊതുവികാരമാക്കി മാറ്റിയത് ബഹുഭൂരിഭാഗം വരുന്ന ഹിന്ദു MP-മാരായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ RSS തീവ്രവാദികൾ കാട്ടിക്കൂട്ടിയ മനുഷ്യത്വരഹിതമായ കലാപങ്ങൾ സ്വന്തം ജീവന് ഭീഷണിയാണെന്നറിയാമായിരുന്നിട്ടും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ആ ഭീകര ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ ബഹുഭൂരിഭാഗം എന്ന ഹിന്ദു പത്രപ്രവർത്തകന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണയോടെ ക്രിയാത്മകമായി ആത്മസംയമനത്തിലധിഷ്ഠിതമായ ഒരു ക്രിയാത്മകമായ ഒരു പ്രതികരണമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മുസ്ലിം യൂത്ത് ലീഗിന് ഈ യുവാക്കളോട് നൽകാനുള്ള സന്ദേശം. അതുകൊണ്ട് നമ്മുടെ ഈ നവയൗവനം, നമ്മുടെ ഈ ഒരു പുതുവത്സര പിറവിയിൽ നാം ഒരു പ്രതിജ്ഞയെടുക്കുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സുചിന്തിതമായ രീതിയിൽ പഠനം
നടത്താനും വിശകലന വിധേയമാക്കുവാനും അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഈ പച്ച പതാകക്ക് കീഴിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് ഗമിക്കുവാൻ നാം ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായി വാതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു ഫാസ്ലിഹു ബൈന അഖ്വൈകും ബിഹി ഇഖ്വാന എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം നമുക്ക് അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.